ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സുഭാഷ് ചന്ദ്രൻ്റെ തിരഞ്ഞെടുത്ത കുട്ടിക്കഥകൾ എന്ന പുസ്തകമാണ്. ആദ്യം നമുക്ക് സുഭാഷ് ചന്ദ്രനെക്കുറിച്ച് മനസ്സിലാക്കാം. 1972 ആലുവയ്ക്കടുത്ത് കൊടുങ്ങല്ലൂരിൽ ജനിച്ചു. അച്ഛൻ ചന്ദ്രശേഖരൻ പിള്ള, അമ്മ പൊന്നമ്മ. മലയാളത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം. പഠിച്ചത് എറണാകുളം മഹാരാജാസ് കോളേജിൽ. 1994 മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ കഥാമത്സരത്തിൽ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കഥയ്ക്ക് 1ാം സമ്മാനം നേടി. ഇത് കഥാസമാഹാരത്തിൽ നിന്നെടുത്ത ഒരു കഥയായിരുന്നു. ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കഥാസമാഹാരമായിരുന്നു. ഇതിന് സാഹിത്യ അക്കാദമി അവാർഡും അങ്കണം പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പറുദീസ നഷ്ടം എന്ന രണ്ടാമത്തെ കഥാസമാഹാരത്തിന് SBT പുരസ്കാരവും അബുദാബി ശക്തി അവാർഡും ലഭിച്ചു. മനുഷ്യന് ഒരു ആമുഖം ഇതായിരുന്നു നോവൽ. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ്, കോവിലൻ പുരസ്കാരം, വൈക്കം മുഹമ്മദ് ബഷീർ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു. 2 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിരുന്നു. ഇപ്പോൾ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൻ്റെ ചുമതല വഹിക്കുന്നു. തിരഞ്ഞെടുത്ത കുട്ടിക്കഥകൾ എന്ന ബാലസാഹിത്യത്തിന് ചിത്രീകരണം നിർവഹിച്ചത് ദേവപ്രകാശ്. എന്നാൽ കവർ ഡിസൈൻ ചെയ്തത് രാജേഷ് P. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ്റെ മകളായ സേതു പാർവതിക്കാണ്. ഈ പുസ്തകത്തിൽ സുഭാഷ് ചന്ദ്രൻ 16 കുട്ടിക്കഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം നമുക്ക് 1ാമത്തെ കഥ നോക്കാം. വാലു കാകയും ഇരുമ്പ് മനുഷ്യനും. ഇതാണ് 1ാമത്തെ കഥ. ഉഗാണ്ടയിലാണ് ഈ കഥ നടക്കുന്നത്. ഉഗാണ്ടയിലെ ഒരു ഇരുമ്പ് പണിക്കാരനായിരുന്നു വാലു കാക. വളരെ മിടുക്കനായ പണിക്കാരനായിരുന്നു ഇദ്ദേഹം. ഉലയിൽ വെച്ച് ഊതിപ്പഴിപ്പിച്ച ഇരുമ്പ് അടിച്ചു പരത്തി വാലുകാക പണിയെടുക്കുന്നു. വാലുകാകയെ അന്വേഷിച്ച് ഒരു ദിവസം ഒരു രാജഭടൻ ഒരു രാജകൽപ്പനയുമായി എത്തി. ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് താങ്കൾ എത്തണം എന്നായിരുന്നു രാജകൽപ്പന. വാലുകാകയ്ക്ക് വളരെ സന്തോഷമായി. കാരണം എന്താണ്? അദ്ദേഹം നല്ല ഒരു ഇരുമ്പ് പണിക്കാരനായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സമ്മാനം രാജാവ് തരും എന്നുദ്ദേശിച്ചായിരുന്നു കൊട്ടാരത്തിലെത്തിയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴോ വിചിത്രമായ ഒരു സംഭവമാണ് ഉണ്ടായത്. വാലുകാകയുടെ മുമ്പിൽ കുറേ ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, ഇത് ഉരുക്കി ഒരു ഇരുമ്പ് മനുഷ്യനെ ഉണ്ടാക്കി തരണം എന്ന് രാജാവ് പറഞ്ഞു. ഇരുമ്പ് മനുഷ്യനെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമായിരുന്നു വാലുകാകയ്ക്ക്. എന്നാൽ രാജാവ് വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണെന്നറിയണ്ടേ? രക്തമുള്ള, ഞരമ്പിൽ രക്തം ഉള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കണം. ഇത് കേട്ട് വാലുകാക ഞെട്ടിപ്പോയി. എന്ത്? ഇരുമ്പ് മനുഷ്യൻ? അത് ജീവനില്ലല്ലോ. ജീവനുള്ള മനുഷ്യനല്ലേ ഞരമ്പിൽ രക്തമുണ്ടാവുകയുള്ളൂ. ഞരമ്പിൽ എങ്ങനെയാണ് രക്തമുണ്ടാവുക? ഒന്നും മിണ്ടിയില്ല. ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഇരുമ്പ് കഷ്ണങ്ങളുമായി വാലുകാക തൻ്റെ വീട്ടിലേക്ക് പോയി. ഇരുമ്പ് മനുഷ്യനെ ഉണ്ടാക്കുന്ന കാര്യമോർത്ത് വാലുകാകയുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഊണുമില്ല, ഉറക്കവുമില്ല. സദാ നേരവും ഇതുമാത്രമായിരുന്നു ചിന്ത. അങ്ങനെ ഇതും ചിന്തിച്ച് സങ്കടപ്പെട്ട് നടക്കുമ്പോൾ വഴിയിൽ ഒരു ഭ്രാന്തനെ കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ വാലുകാകയ്ക്ക് ആളിനെ മനസ്സിലായി. തൻ്റെ പഴയ ചങ്ങാതി കാലുവാക എന്നായിരുന്നു ആ ഭ്രാന്തൻ ചങ്ങാതിയുടെ പേര്. കാലം കഴിഞ്ഞപ്പോൾ കാലുവാക ഒരു ഭ്രാന്തനായി തീർന്ന കാര്യം വാലുകാക അറിഞ്ഞിട്ടില്ലായിരുന്നു. ആ പഴയ ചങ്ങാതിയെ കാലുവാകയും തിരിച്ചറിഞ്ഞു. എൻ്റെ വാലുകാകേ, ഈ കാലുവാകയെ നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിൻ്റെ മുഖമെന്താ വാടിയിരിക്കുന്നത്? ആ ഭ്രാന്തൻ കാലുവാക ചോദിച്ചു. ഭ്രാന്തനാണെങ്കിലും തൻ്റെ പഴയ കൂട്ടുകാരനെ സങ്കടപ്പെട്ട മുഖത്തോടെ, ദുഃഖത്തോടെ കണ്ടപ്പോൾ കാലുവാക അത് തിരിച്ചറിഞ്ഞു. അപ്പോൾ വാലുകാക ഇപ്രകാരം പറഞ്ഞു, രാജാവ് എന്നെ ഒരു പണി ഏൽപ്പിച്ചിരിക്കുകയാണ് ചങ്ങാതി.
ഞരമ്പിൽ ചോരയുള്ള ഇരുമ്പ് മനുഷ്യനെ ഉണ്ടാക്കി കൊടുക്കണം. ഇത് കേട്ട ഭ്രാന്തൻ പൊട്ടി ഉറക്കെ ഉറക്കെ ചിരിച്ചു. ചിരി നിർത്തിയിട്ട് കാലുവാക ഇപ്രകാരം പറഞ്ഞു: വാലുകാകെ, ഞരമ്പിൽ ചോരയുള്ള ഇരുമ്പ് മനുഷ്യനെ ഉണ്ടാക്കാനുള്ള സൂത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇത് കേട്ട് വാലുകാക അമ്പരന്നു. എന്ത്, നിനക്കിതറിയാമോ? എനിക്കറിയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. ഇരുമ്പുരുക്കാൻ ഈ രാജ്യത്തെ പ്രജകളുടെയെല്ലാം തലമുടി കത്തിച്ച് ആ കരി 1000 റാത്തൽ വേണം. ഇരുമ്പ് കുഴയ്ക്കാൻ ഈ രാജ്യത്തെ പ്രജകളുടെയെല്ലാം കണ്ണീര് 1 കിണർ നിറയെ വേണം. ഇത്രയും ഉണ്ടെങ്കിൽ നിനക്ക് ഇരുമ്പ് മനുഷ്യനെ ഉണ്ടാക്കാം. ആ മനുഷ്യൻ്റെ ഞരമ്പിൽ ചോരയുണ്ടാകും. ഇത്രയും പറഞ്ഞ് കാലുവാക പൊട്ടിച്ചിരിച്ചുകൊണ്ട് എങ്ങോട്ടോ നടന്നു മറഞ്ഞു. ഇത് കേട്ടപ്പോൾ വാലുകാകയ്ക്ക് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ വാലുകാക കൊട്ടാരത്തിലേക്ക് പോയി രാജാവിനെ കണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇരുമ്പ് മനുഷ്യനെ ഉണ്ടാക്കാൻ തീ കൂട്ടാൻ തനിക്ക് രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ തലമുടിക്കരിയും 1 കിണർ നിറയെ കണ്ണീരും വേണമെന്ന് വാലുകാക രാജാവിനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ രാജാവ് ഉടനെ കൽപ്പന ഇറക്കി. കൽപ്പന അറിഞ്ഞ ഉടൻ തന്നെ ജനങ്ങൾ തങ്ങളുടെ തലമുടി മുഴുവൻ മുറിച്ചെടുത്തു. കണ്ണീര് മുഴുവൻ കരഞ്ഞെടുത്തു. തലമുടിയും കണ്ണീരുമായി ആളുകൾ കൊട്ടാരത്തിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു. പക്ഷേ പ്രജകളുടെ തലമുടി മുഴുവൻ കത്തിച്ചിട്ടും രാജാവിന് 1000 റാത്തൽ പോയിട്ട് 1 റാത്തൽ പോലും കിട്ടിയില്ല. കണ്ണീരെല്ലാം ചേർത്ത് വെച്ചിട്ടും 1 കിണർ പോയിട്ട് 1 കുപ്പി കണ്ണീര് പോലും കിട്ടിയില്ല. രാജാവിന് ലജ്ജ തോന്നി. വാലുകാകെ, എൻ്റെ പ്രജകളെ മുഴുവൻ തലമുടി ചേർത്ത് കത്തിച്ചിട്ടും എനിക്ക് 1 റാത്തൽ കരി കിട്ടിയില്ല. അവരുടെ കണ്ണീര് മുഴുവൻ ചേർത്തിട്ടും എനിക്ക് 1 കുപ്പി നിറയ്ക്കാൻ കഴിഞ്ഞില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ വാലുകാക പ്രകാരം പറഞ്ഞു: പ്രഭു, ഇനി അങ്ങേക്ക് അതിന് കഴിഞ്ഞാൽ തന്നെ ചോരയുള്ള ഇരുമ്പ് മനുഷ്യനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എനിക്കതിനെങ്ങനെ കഴിയും? ഞാൻ ദൈവമല്ലല്ലോ. അപ്പോഴാണ് താൻ കാണിച്ച തെറ്റ് രാജാവിന് ബോധ്യമായത്. വാലുകാകെ, നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു. പിന്നെ വാലുകാകയും രാജാവും അവിടെ കൂടി നിന്നവരും ഞരമ്പിൽ ചോരയുള്ള ഇരുമ്പ് മനുഷ്യനെ ഓർത്ത് ഉറക്കെ ഉറക്കെ ചിരിച്ചു. ധാരാളം സമ്മാനങ്ങൾ വാലുകാകയ്ക്ക് നൽകി രാജാവ് വാലുകാകയെ സന്തോഷപൂർവ്വം യാത്രയാക്കി. കഥ അവസാനിച്ചു. ഇത് കേൾക്കുക. എന്നിട്ട് 2-3 ആവർത്തി കേട്ടാൽ മതി. നിങ്ങൾക്ക് ഈ കഥ നന്നായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. അടുത്ത കഥയുടെ പേര് ചെന്നായയും കുഞ്ഞാടുകളും. വളരെ പണ്ട് ഒരു അമ്മയാടും അവളുടെ 7 കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. രാവിലെ അമ്മ ജോലിക്ക് പോകുമ്പോൾ സങ്കടത്തോടെയായിരുന്നു പോയിരുന്നത്. എൻ്റെ പൊന്നും ഓമന മക്കളെ, സൂക്ഷിച്ചു കൊള്ളണേ. ആരെങ്കിലും വാതിലിൽ മുട്ടിയാൽ നിങ്ങൾ തുറക്കരുത്. ദുഷ്ടനായ ഒരു ചെന്നായ ഇറങ്ങിയിട്ടുണ്ട്. അവൻ നിങ്ങളെ പിടിച്ചു തിന്നും. പിന്നെ അമ്മയ്ക്ക് ആരാണുള്ളത്? ഇതായിരുന്നു അമ്മയുടെ സങ്കടം. അപ്പോൾ മക്കൾ ഒന്നിച്ചു പറഞ്ഞു: പേടിക്കേണ്ട അമ്മേ, ആര് വന്ന് മുട്ടിയാലും ഞങ്ങൾ വാതിൽ തുറക്കില്ല. ആരുടെ ചതിയിലും ഞങ്ങൾ വീടില്ല. അത് കേൾക്കുമ്പോൾ അമ്മയാട് ആശ്വാസത്തോടെ ജോലിക്ക് പോകും. അങ്ങനെ ഒരു ദിവസം അമ്മയില്ലായിരുന്ന തക്കം നോക്കി ചെന്നായ കുഞ്ഞാടുകളുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അമ്മയുടെ സ്വരത്തിൽ വിളിച്ചു: വാതിൽ തുറക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമ്മയാണ് വിളിക്കുന്നത്. അപ്പോൾ മക്കൾ പറഞ്ഞു: ഞങ്ങളുടെ അമ്മയുടെ ശബ്ദം ഇങ്ങനെയല്ല. പാറപ്പുറത്ത് ചിരട്ട വിരയ്ക്കും പോലെയുള്ള ഈ ശബ്ദം ദുഷ്ടനായ ചെന്നായെ നിങ്ങളുടേതാണ്. ഞങ്ങളുടെ അമ്മ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഇത് കേട്ട ചെന്നായ മടങ്ങിപ്പോയി കുറേ തേൻ കുടിച്ചു. തേൻ കുടിച്ചാൽ ശബ്ദം നന്നാകുമെന്ന് ചെന്നായ മനസ്സിലാക്കിയിരുന്നു. തിരിച്ചു വന്ന് വീണ്ടും വാതിലിൽ മുട്ടി. വാതിൽ തുറക്കൂ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അമ്മയാണ് വിളിക്കുന്നത്. ഇത്തവണ കുഞ്ഞുങ്ങൾക്ക് സംശയമായി. നമ്മുടെ അമ്മയുടെ ശബ്ദം പോലെ വളരെ മൃദുവായ ശബ്ദം. എന്നാൽ കറുമ്പൻ ആട്ടിൻകുട്ടി, അത് ഇളയവനായ ആട്ടിൻകുട്ടിയാണ്, അവനൊരു സംശയം.
അവൻ ചോദിച്ചു. ശബ്ദം കേട്ടിട്ട് അമ്മയുടേത് പോലുണ്ട് ഞങ്ങൾക്ക് വിശ്വാസം വരാൻ. വാതിലിനടിയിലൂടെ ആ കാലൊന്ന് കാണിക്കാമോ? ഇത് കേട്ട ചെന്നായ ഒന്നും ആലോചിക്കാതെ കാലങ്ങ് നീട്ടിക്കാണിച്ചു. കാല് കണ്ടതും ആട്ടിൻ കുഞ്ഞുങ്ങൾ പേടിച്ചുപോയി. കൂർത്ത നഖങ്ങളുള്ള ചെന്നായിയുടെ കാല്. അവർ 7 പേരും കൂടി പറഞ്ഞു, അമ്മയുടെ കാല് കണ്ടാൽ ഞങ്ങൾക്ക് തിരിച്ചറിയാം. കൂർത്തുമൂർത്ത നഖങ്ങളുള്ള കാല് ഞങ്ങളുടെ അമ്മയുടേതല്ല. ദൂരെ പോ ദുഷ്ടൻ ചെന്നായെ എന്ന് പറഞ്ഞ് അവർ ആ ചെന്നായെ ആട്ടി ഓടിച്ചു. ഇത് മനസ്സിലാക്കിയ സൂത്രക്കാരനായ ചെന്നായ തൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ഗോതമ്പ് പൊടിയെടുത്ത് കാലിൽ പുരട്ടി. എന്നിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കാല് വെളുത്തിരുന്നു. എന്നിട്ട് കുഞ്ഞാടുകളെ വിശ്വസിപ്പിക്കാൻ മൃദുവായ ശബ്ദത്തിൽ വിളിച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കാല് കാണിച്ചു കൊടുത്തു. വെളുത്ത കാല് കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിച്ചു. അമ്മയുടെ കാലാണെന്ന് വിചാരിച്ച് കുഞ്ഞാടുകൾ വാതിൽ തുറന്നു. തുറന്ന വാതിലിലൂടെ അകത്ത് കടന്ന ചെന്നായ പൊട്ടിച്ചിരിച്ചു. ഭയങ്കരനായ ചെന്നായെ കണ്ട് കുഞ്ഞാടുകൾ പേടിച്ച് നാലുപാടും ഓടിപ്പോയി. ഒരാൾ മേശയ്ക്കടിയിലും കട്ടിനടിയിലും ബക്കറ്റിനുള്ളിലും അടുപ്പിൻ ചുവട്ടിലുമെല്ലാം അവർ ഒളിച്ചു. എന്നാൽ 7ാമനായ കറുമ്പൻ കുഞ്ഞാട് ഒരു പഴയ ക്ലോക്കിനുള്ളിലാണ് ഒളിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കാൻ ചെന്നായ്ക്ക് കഴിഞ്ഞില്ല. ബാക്കി എല്ലാ പേരെയും ചെന്നായ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഇറങ്ങിപ്പോയി. വൈകുന്നേരമായപ്പോൾ അമ്മയാട് പണി കഴിഞ്ഞ് മടങ്ങിയെത്തി. നോക്കുമ്പോഴതാ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. തൻ്റെ പൊന്നോമന കുഞ്ഞുങ്ങൾക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. അവൾ തേങ്ങിക്കരഞ്ഞു. അപ്പോഴാണ് ക്ലോക്കിനുള്ളിൽ നിന്ന് കറുമ്പൻ കുഞ്ഞാട് ഇറങ്ങി വന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം ആ കറുമ്പൻ അമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ പുറത്തൊരു കൂർക്കമ്പലി കേട്ടു. അമ്മയോട് പതുക്കെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതാ കിടക്കുന്നു പൊന്തക്കാട്ടിൽ ദുഷ്ടൻ ചെന്നായ. 6 കുഞ്ഞാടുകളെ വിഴുങ്ങി വയറു നിറഞ്ഞ ചെന്നായ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അമ്മയ്ക്കൊരു ബുദ്ധി തോന്നി. പെട്ടെന്ന് അവൾ വീടിനകത്തേക്ക് കയറി ഒരു കത്തിയും എടുത്തുകൊണ്ട് വന്ന് ആ കത്തി വെച്ച് ചെന്നായുടെ വയറിനെ കീറി. സൂചി നൂലും കയ്യിൽ വച്ചിരുന്നു. അപ്പോൾ വയറ് കീറിയപ്പോൾ കണ്ടത് ഒരു പോറൽ പോലും ഏൽക്കാതെ കിടപ്പുണ്ടായിരുന്ന തൻ്റെ 6 കുഞ്ഞാടുകളെയായിരുന്നു. 6 കുഞ്ഞാടുകളെയും പുറത്തിറക്കി. എന്നിട്ട് അവരെല്ലാവരും കൂടി 6 വമ്പൻ കല്ലുകളെ എടുത്ത് വയറ്റിൽ വെച്ചു. എന്നിട്ട് ചെന്നായുടെ വയറ് അമ്മയാട് സൂചിയും നൂലും കൊണ്ട് ഭംഗിയായി തുന്നിച്ചേർത്തു. ബോധം കെട്ട് കിടന്നുറങ്ങായിരുന്ന ചെന്നായ ഇതൊന്നും അറിഞ്ഞില്ല. ഉറക്കമുണർന്ന് കുഞ്ഞാടുകളെ തിന്നിട്ട് അവൻ വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു. ഉറക്കമുണർന്ന ഉടനെ തന്നെ നേരെ പുഴക്കരയിലേക്ക് പോയി വെള്ളം കുടിക്കാനായി. വയറിൽ വലിയ കല്ലുകളല്ലേ കിടക്കുന്നത്. വെള്ളം കുടിക്കാൻ പുഴയിലേക്ക് കുനിഞ്ഞ ചെന്നായ അടിതെറ്റി പുഴയിലേക്ക് വീണു. കല്ലുകളുടെ ഭാരം കാരണം വീണ ഉടൻ മുങ്ങിപ്പോവുകയും ചെയ്തു. ചെന്നായുടെ കഥ പിന്നെ പറയാനുണ്ടോ? അമ്മയാടും കുഞ്ഞുങ്ങളുമാകട്ടെ അവരുടെ ഭംഗിയുള്ള വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. മൺകുടത്തിലെ മത്തങ്ങ എന്നാണ് കഥയുടെ പേര്. ഒരിക്കൽ അഡോവെനീസ് എന്നൊരു രാജാവുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ പരിവാരങ്ങളുമൊത്ത് കാട്ടിൽ കലമാനുകളെ വേട്ടയാടാൻ പോയി. വേട്ടയാടി അദ്ദേഹം നടക്കുന്നതിനിടയിൽ കൂട്ടം തെറ്റിപ്പോയി. കൂട്ടം തെറ്റിയ രാജാവ് കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൂടെ അലഞ്ഞു. അഡോവെനീസ് ഒറ്റയ്ക്ക് അലയാൻ തുടങ്ങി. വീരശൂരനായ രാജാവായിരുന്നിട്ടും ഒറ്റയ്ക്കായപ്പോൾ കുറച്ച് പരിഭ്രമിച്ചു. ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. അപ്പോഴാണ് കുറച്ചകലെ ഒരു മൺകുടിൽ അദ്ദേഹം കണ്ടത്. കുടിലിന് ചുറ്റുമുള്ള പറമ്പിൽ വമ്പൻ മത്തങ്ങാത്തോട്ടം. മത്തങ്ങാത്തോട്ടത്തിൽ നിറയെ മുഴുത്ത മത്തങ്ങകൾ. മത്തങ്ങ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പംകിൻ എന്ന് പറയില്ല, അതാണ് മത്തങ്ങ. ആശ്വാസത്തോടെ അഡോവെനീസ് അങ്ങോട്ട് നടന്നു. മത്തങ്ങ വള്ളികൾ നനച്ചുകൊണ്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവളോട് അദ്ദേഹം ചോദിച്ചു, ഹേയ് പെൺകുട്ടി, ഈ നാട് വാഴുന്ന അഡോവെനീസ് രാജാവാണ് ഞാൻ. കാട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? വല്ലാത്ത ദാഹം. അപ്പോൾ അവൾ രാജാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഞങ്ങളുടെ കുടിലിൽ
കുളിർത്ത വെള്ളം ധാരാളമുണ്ട്, പക്ഷേ അത് പകർന്നു തരാൻ പറ്റിയ പാത്രമൊന്നുമില്ല. അങ്ങ് സ്വർണ്ണപാത്രത്തിലായിരിക്കും ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും. ഇത് കേട്ടപ്പോൾ അഡോവെനീസ് സങ്കടത്തിലായി. അതിനെക്കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടേണ്ട, എനിക്ക് ഏത് പാത്രത്തിലായാലും കുറച്ച് വെള്ളം തരൂ, വല്ലാത്ത ദാഹം. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് അവൾ അകത്തേക്ക് പോയി ഒരു മൺപാത്രത്തിൽ നിറയെ തണുത്ത വെള്ളവും കൊണ്ടുവന്നു. രാജാവ് മതിയാവോളം വെള്ളം കുടിച്ചു. എന്നിട്ട് മൺപാത്രം തിരികെ കൊടുത്തു. എന്നാൽ ആ ഒഴിഞ്ഞ പാത്രം നോക്കിയിട്ട് അവൾ നിലത്തെറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. അത് കണ്ട അഡോവെനീസ് രാജാവ് ഞെട്ടിപ്പോയി. ധിക്കാരം, എന്തിനാ നീ അത് ഉടച്ചത്? അങ്ങ് എന്നോട് ക്ഷമിക്കണം രാജാ. അങ്ങ് കുടിച്ച പാത്രത്തിൽ ഇനി മറ്റാരും കുടിക്കാതിരിക്കാനാണ് ഞാനിത് പൊട്ടിച്ചത്. ആ ഭാഗ്യം മറ്റാർക്കും കിട്ടരുത്. അതിനു വേണ്ടി. അവളുടെ മറുപടി രാജാവിന് ഇഷ്ടമായി. നന്മ നിറഞ്ഞ അവളെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാലോ? ഒരു നിമിഷം അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ ഒരു രാജ്ഞിയാകണമെങ്കിൽ സൗന്ദര്യവും നന്മയും മാത്രം പോരല്ലോ, വേണ്ടുവോളം ബുദ്ധി ഉണ്ടായിരിക്കണം. ഏതായാലും വെള്ളം കൊടുത്തതിൽ നന്ദി പറഞ്ഞിട്ട് അഡോവെനീസ് രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. കൊട്ടാരത്തിലെത്തിയിട്ടും അദ്ദേഹം അവളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. അഡോവെനീസ് 2 ഭടന്മാരെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. അവരുടെ കൈവശം കഴുത്തു കുറുകിയ ഒരു മൺകുടവും രാജാവ് കൊടുത്തുവിട്ടിരുന്നു. അവളുടെ ബുദ്ധി പരീക്ഷിക്കുന്നതിനായിരുന്നു ഇത്. കൂടെ ഒരു കത്തും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട പെൺകുട്ടി, ഞാനൊരു മൺകുടം കൊടുത്തുവിടുന്നു. വായ്വട്ടം കുറഞ്ഞ മൺകുടമാണിത്. ഇതിൻ്റെ ഉള്ളിൽ നിൻ്റെ മത്തങ്ങ തോട്ടത്തിൽ നിന്ന് ഒരു വലിയ മത്തങ്ങ ഇതിനകത്ത് നിറച്ചു തരണം. എന്നാൽ മത്തങ്ങ ചതയാനേ പാടില്ല, കുടം പൊട്ടാനും പാടില്ല. ഇതായിരുന്നു ആ എഴുത്തിൻ്റെ സന്ദേശം. സന്ദേശം വായിച്ച അവൾ കുഴങ്ങിപ്പോയി. ഭടന്മാർ കൊണ്ടുവന്ന കുടത്തിലേക്ക് മത്തങ്ങ പോയിട്ട് ഒരു മച്ചിങ്ങ പോലും കടക്കില്ല എന്നവൾക്ക് മനസ്സിലായി. ഇത് തന്നെ കുടുക്കാനും തന്നെ പരീക്ഷിക്കാനുമുള്ള കെണിയായി അവൾ മനസ്സിലാക്കി. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അവളൊരു മറുപടി എഴുതി അവരുടെ കയ്യിൽ കൊടുത്തുവിട്ടു. മഹാരാജൻ, അങ്ങ് കൽപ്പിച്ചതുപോലെ മൺകുടത്തിൽ മത്തങ്ങയാക്കി ഞാൻ കൊട്ടാരത്തിൽ കൊണ്ടുവരാം. പക്ഷേ ഒരു കാര്യം, അങ്ങേക്കു സമ്മാനിക്കാൻ യോഗ്യതയുള്ള മുഴുത്ത മത്തങ്ങയൊന്നും ഇപ്പോൾ തോട്ടത്തിലില്ല. അതുകൊണ്ട് ഒരു മത്തങ്ങ വളർന്ന് വലുതായി വരും വരെ അങ്ങ് കാത്തിരിക്കണം. സന്ദേശം വായിച്ചു നോക്കിയതിന് ശേഷം രാജാവ് അത് സമ്മതിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആ പെൺകുട്ടി കുടവും മത്തങ്ങയുമായി കൊട്ടാരത്തിലെത്തി. രാജാവിന് മുന്നിൽ അത് കാഴ്ചവെച്ചു. കുടം വാങ്ങി പരിശോധിച്ചു നോക്കിയ രാജാവ് അന്തം വിട്ടു. മച്ചിങ്ങ പോലും കടത്താൻ പറ്റാത്ത മൺകുടത്തിൽ അതാ നല്ല മുഴുത്ത മത്തങ്ങ. കുടം പൊട്ടിപ്പോയിട്ടുമില്ല, മത്തങ്ങ ചതഞ്ഞിട്ടുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? പെൺകുട്ടി അതീവ ബുദ്ധിമതിയാണെന്ന് രാജാവിന് മനസ്സിലായി. വൈകാതെ അവളെ അഡോവെനീസ് രാജാവ് വിവാഹം കഴിച്ചു. പക്ഷേ അപ്പോഴും രാജാവിൻ്റെ മനസ്സിൽ ആ സംശയം ശേഷിച്ചിരുന്നു. കുടം പൊട്ടാതെ ഇവളെങ്ങനെ മത്തങ്ങ അതിനകത്താക്കി? ഒരു ദിവസം അദ്ദേഹം അവളോട് ചോദിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജ്ഞി പറഞ്ഞു, മഹാരാജൻ, മത്തങ്ങ വള്ളികൾ പൂവിട്ട കാലത്ത് ഞാൻ ഒരു പൂവ് കുടത്തിലേക്കിട്ട് വളർത്തി. കുടത്തിനുള്ളിൽ കിടന്ന് ആ പൂവ് കായായി. കായ് വളർന്ന് മുഴുത്ത മത്തങ്ങയായി. അപ്പോൾ തണ്ട് പൊട്ടിച്ച് ഞാൻ ആ കുടമിങ്ങ് കൊണ്ടുപോന്നു. മനസ്സിലായോ രാജൻ? അത് കേട്ട് അഡോവെനീസ് രാജാവ് ചിരിച്ചുപോയി. അതിബുദ്ധിമതിയും അതിസുന്ദരിയുമായ ഭാര്യയെ കിട്ടിയ അദ്ദേഹം അനേകകാലം സന്തോഷത്തോടെ നാടുവാണു. ഇതിലെ ഓരോ കഥയും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് ഇപ്പോൾ മൂന്നാമത്തെ കഥയായ അഡോവെനീസ് രാജാവിൻ്റെ കഥയെടുത്താൽ ഈ കഥയിലെ രാജാവിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക അഡോവെനീസ്. ഇനി ആരെയാണ് സന്ദേശവുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് അയച്ചത്? ഭടന്മാരെ. രാജാവ് വഴിതെറ്റിപ്പോയത് എപ്പോഴാണ്? കലമാനിനെ വേട്ടയാടാൻ ഭടന്മാരോടൊപ്പം പോയപ്പോഴാണ് അദ്ദേഹം വഴിതെറ്റിയത്. അപ്പോൾ കലമാനിനെ വേട്ടയാടാൻ എന്നെഴുതിയാൽ മതി. ഇനി 1-2 വാക്കിൽ ഉത്തരം എഴുതുവാനുള്ള
ചോദ്യം വരികയാണെങ്കിൽ ഇവളെങ്ങനെയാണ് ആ കുടത്തിനകത്ത് മത്തങ്ങ നിറച്ചത്? അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ചെയ്തത്? രാജാവ് അവസാനം ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവളെ രാജാവ് വിളിക്കുന്നത് അവൾ രാജ്ഞിയായി. രാജ്ഞി എന്ന് പറഞ്ഞാൽ രാജാവിനെ വിവാഹം കഴിച്ചാൽ രാജ്ഞി എന്താണ് മറുപടി കൊടുത്തത്? മത്തങ്ങ വള്ളികൾ പൂവിട്ട കാലത്ത് ഞാനൊരു പൂവാണ് ആ കുടത്തിലേക്ക് ഇട്ടത്. ആ പൂവ് വളർന്ന് കായ് വളർന്ന് വലിയ മത്തങ്ങയായി. ഇതാണ് എഴുതേണ്ടത്. അങ്ങനെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ കഥ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ ഇതിൽ നിന്നുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിലെ ഓരോ കഥയും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് ഇപ്പോൾ മൂന്നാമത്തെ കഥയായ അഡോവെനീസ് രാജാവിൻ്റെ കഥയെടുത്താൽ ഈ കഥയിലെ രാജാവിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക അഡോവെനീസ്. ഇനി ആരെയാണ് സന്ദേശവുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് അയച്ചത്? ഭടന്മാരെ. രാജാവ് വഴിതെറ്റിപ്പോയത് എപ്പോഴാണ്? കലമാനിനെ വേട്ടയാടാൻ ഭടന്മാരോടൊപ്പം പോയപ്പോഴാണ് അദ്ദേഹം വഴിതെറ്റിയത്. അപ്പോൾ കലമാനിനെ വേട്ടയാടാൻ എന്നെഴുതിയാൽ മതി. ഇനി ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം എഴുതുവാനുള്ള ചോദ്യം വരികയാണെങ്കിൽ ഇവളെങ്ങനെയാണ് ആ കുടത്തിനകത്ത് മത്തങ്ങ നിറച്ചത്? അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ചെയ്തത്? രാജാവ് അവസാനം ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവളെ രാജാവ് വിളിക്കുന്നത് അവൾ രാജ്ഞിയായി. രാജ്ഞി എന്ന് പറഞ്ഞാൽ രാജാവിനെ വിവാഹം കഴിച്ചാൽ രാജ്ഞി എന്താണ് മറുപടി കൊടുത്തത്? മത്തങ്ങ വള്ളികൾ പൂവിട്ട കാലത്ത് ഞാനൊരു പൂവാണ് ആ കുടത്തിലേക്ക് ഇട്ടത്. ആ പൂവ് വളർന്ന് കായ് വളർന്ന് വലിയ മത്തങ്ങയായി. ഇതാണ് എഴുതേണ്ടത്. അങ്ങനെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ കഥ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ ഇതിൽ നിന്നുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിലെ ഓരോ കഥയും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് ഇപ്പോൾ മൂന്നാമത്തെ കഥയായ അഡോവെനീസ് രാജാവിൻ്റെ കഥയെടുത്താൽ ഈ കഥയിലെ രാജാവിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുക അഡോവെനീസ്. ഇനി ആരെയാണ് സന്ദേശവുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് അയച്ചത്? ഭടന്മാരെ. രാജാവ് വഴിതെറ്റിപ്പോയത് എപ്പോഴാണ്? കലമാനിനെ വേട്ടയാടാൻ ഭടന്മാരോടൊപ്പം പോയപ്പോഴാണ് അദ്ദേഹം വഴിതെറ്റിയത്. അപ്പോൾ കലമാനിനെ വേട്ടയാടാൻ എന്നെഴുതിയാൽ മതി. ഇനി ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം എഴുതുവാനുള്ള ചോദ്യം വരികയാണെങ്കിൽ ഇവളെങ്ങനെയാണ് ആ കുടത്തിനകത്ത് മത്തങ്ങ നിറച്ചത്? അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ചെയ്തത്? രാജാവ് അവസാനം ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവളെ രാജാവ് വിളിക്കുന്നത് അവൾ രാജ്ഞിയായി. രാജ്ഞി എന്ന് പറഞ്ഞാൽ രാജാവിനെ വിവാഹം കഴിച്ചാൽ രാജ്ഞി എന്താണ് മറുപടി കൊടുത്തത്? മത്തങ്ങ വള്ളികൾ പൂവിട്ട കാലത്ത് ഞാനൊരു പൂവാണ് ആ കുടത്തിലേക്ക് ഇട്ടത്. ആ പൂവ് വളർന്ന് കായ് വളർന്ന് വലിയ മത്തങ്ങയായി. ഇതാണ് എഴുതേണ്ടത്. അങ്ങനെ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ കഥ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ ഇതിൽ നിന്നുള്ള ആൻസർ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത കഥ മാന്ത്രിക തീപ്പെട്ടി. വളരെ പണ്ട് ഒരു നാട്ടിൽ മിടുക്കനായ ഒരു യോദ്ധാവുണ്ടായിരുന്നു. യോദ്ധാവെന്ന് പറഞ്ഞാൽ ഭടൻ, അതായത് സോൾജിയർ. യുദ്ധത്തിൽ മിടുക്കനാണെന്ന് പറഞ്ഞിട്ടെന്താ, അവൻ വളരെ ദരിദ്രനായിരുന്നു. ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ അവൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കാശൊന്നുമില്ലെങ്കിലും അവൻ്റെ കയ്യിൽ നല്ലൊരു വാളുണ്ട്. ആ വാളും വീശിയായിരുന്നു നടന്നത്. അപ്പോൾ ഒരു കിഴവിത്തള്ളയെ കണ്ടു. അവനെ കണ്ടപ്പോൾ ഇക്രുവും മരച്ചട്ടിയും. ഇതാണ് അടുത്ത കഥ. ഇക്രുവിൻ്റെയും പക്രുവിൻ്റെയും കഥയാണിത്. ഒരു മരച്ചട്ടി കൊണ്ട് ഇക്രു രക്ഷപ്പെട്ടതും പക്രു കഷ്ടപ്പെട്ടതുമായ കഥ. ഈ കഥ വളരെ രസകരമാണ്, നിങ്ങൾ കേൾക്കൂ. ഗ്രാമത്തിലെ മൺപാത്രശാലയിലെ പണിക്കാരനായിരുന്നു പാവപ്പെട്ട ഇക്രു. തുച്ഛമായ ശമ്പളം, എത്ര ജോലി ചെയ്താലും തീരാത്ത ജോലി. എങ്കിലും ഇക്രുവിന് സന്തോഷമായിരുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ? ഇതായിരുന്നു ഇക്രുവിൻ്റെ കാര്യവും. അയാൾ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ചു. ഭാര്യയും കുഞ്ഞുങ്ങളും കഴിച്ചതിന് ശേഷം ബാക്കിയായത് മാത്രം ഭക്ഷിച്ചു. അങ്ങനെ സന്തോഷത്തോടെ കാലം കഴിച്ചു.
എന്നാൽ ഇക്രുവിൻ്റെ അയൽക്കാരനായ പക്രുവിൻ്റെ കഥയോ? മഹാധനികനാണെങ്കിലും പക്രുവിന് ഊണില്ല, ഉറക്കമില്ല, മനസ്സമാധാനവുമില്ല. തൻ്റെ സ്വത്തെല്ലാം ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലോ എന്ന് ചിന്തിച്ചിരിക്കും. അല്ലെങ്കിൽ അസുഖം പിടിച്ചാലോ? ഇതൊക്കെയായിരുന്നു പക്രുവിൻ്റെ ചിന്ത. അയൽപക്കത്തുള്ള ഇക്രുവിൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം കാണുമ്പോൾ അയാളുടെ മനസ്സിൻ്റെ സന്തോഷം അത്രയും മാഞ്ഞു പോകും. ഒടുവിൽ അയാൾ ഒരു കടുങ്കൈ ചെയ്തു. കളിമൺ ശാലയുടെ മുതലാളി പക്രുവിൻ്റെ ചങ്ങാതിയായിരുന്നു. അയാളോട് പറഞ്ഞ് പാവം ഇക്രുവിനെ പണിശാലയിൽ നിന്ന് പുറത്താക്കി. പണി പോയതോടെ ഇക്രുവും കുടുംബവും പട്ടിണിയായി. ആഹാരം കഴിക്കാൻ വകയില്ലാതായപ്പോൾ ഇക്രു എന്ത് ചെയ്തെന്നോ? വീട്ടിലെ ഓരോ സാധനങ്ങളും വിറ്റ് ആഹാരത്തിനുള്ള വക ഉണ്ടാക്കി. അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഇനി ഇത് മാത്രമേ ഉള്ളൂ, ഈ മരച്ചട്ടി. ഇത് കൊണ്ടുപോയി വിറ്റോളൂ. മരച്ചട്ടി വിറ്റാൽ എന്ത് കിട്ടാനാ? അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു. ഇതും എടുത്ത് ഇക്രു അത് വിൽക്കാനായി കൊണ്ടു നടന്നു. ആ മരച്ചട്ടിയും എടുത്ത് ഇക്രു അത് വിൽക്കാനായി കൊണ്ടുപോയി. പോകുന്നതിനിടയിൽ ആ മരച്ചട്ടി തലയിൽ കമഴ്ത്തി വെച്ചു. ഇക്രു നേരെ നദിക്കരയിലേക്കാണ് പോയത്. അവിടെ അപ്പോൾ ഒരു തോണി പുറപ്പെടാൻ തയ്യാറായി കിടക്കുകയായിരുന്നു. തോണിക്കാരാ, ഈ പാവം ഇക്രുവിനെയും കൂട്ടാമോ? തോണി ഞാൻ തുഴഞ്ഞോളാം, ഇക്രു തോണിക്കാരനോട് പറഞ്ഞു. നല്ലവനായ തോണിക്കാരൻ ഇക്രുവിനെയും തോണിയിൽ കയറ്റി. ഇക്രു തോണി തുഴഞ്ഞു. അവനുണ്ടോ തോണി തുഴയാൻ അറിയുന്നു? ഒരു പരിചയവുമില്ലായിരുന്നു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? തോണി നേരെ കടലിലെത്തി. കടലിനു നടുവിലെ ഒരു പാറക്കെട്ടിൽ തട്ടി തോണി തകർന്നു. തരിപ്പണമായി പോയി തോണി. ഭാഗ്യത്തിന് ഇക്രുവിന് നീന്തൽ അറിയാമായിരുന്നു. കുറേ നേരം നീന്തി. ഒടുവിൽ ഇക്രു കരയ്ക്കു പറ്റി. അപ്പോഴും ഇക്രുവിൻ്റെ മരച്ചട്ടി അവൻ്റെ തലയിൽ തന്നെ ഉണ്ടായിരുന്നു. കാട്ടുവർഗ്ഗക്കാർ മാത്രമുള്ള ഒരു ദ്വീപായിരുന്നു അത്. ആ ദ്വീപിലായിരുന്നു ഇക്രു വന്ന് പെട്ടത്. തങ്ങളുടെ ദ്വീപിൽ വന്ന ഇക്രുവിനെ 2-3 കാടന്മാർ പിടിച്ചുകൊണ്ട് നേതാവിൻ്റെ മുന്നിലെത്തിച്ചു. അത്തരമൊരാളെ കാട്ടുജാതിക്കാരുടെ നേതാവ് ആദ്യമായി കാണുകയായിരുന്നു. ഇതെന്താ തൻ്റെ തലയിൽ? കാട്ടുമൂപ്പൻ ഇക്രുവിൻ്റെ തലയിലെ മരച്ചട്ടി ചൂണ്ടി ചോദിച്ചു. ഇക്രു നിന്നു പരുങ്ങി. മരച്ചട്ടിയാണെന്ന് എങ്ങനെ പറയും? മരച്ചട്ടിയും തലയിൽ വെച്ച് ആരെങ്കിലും കടലിൽ നീന്തുമോ? അതുകൊണ്ട് ഇക്രു ഒരു ചെറിയ കള്ളം പറഞ്ഞു. ഇതൊരു അത്ഭുത വസ്തുവാണ്. അത് കൊള്ളാമല്ലോ. കാട്ടുമൂപ്പൻ ഇക്രുവിൻ്റെ കയ്യിൽ നിന്ന് മരച്ചട്ടി വാങ്ങി സ്വന്തം തലയിൽ വെച്ചു. എന്നിട്ട് വെയിലത്തിറങ്ങി നിന്നു. കൊള്ളാം, തലയിൽ വെയിലടിക്കുന്നില്ല. തീർച്ചയായും ഇതൊരു അത്ഭുത വസ്തു തന്നെ. ഇതെനിക്ക് തരുമോ? കാട്ടുമൂപ്പൻ ചോദിച്ചു. പിന്നെന്താ, ഇത് അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഇക്രു തട്ടിവിട്ടു. കാട്ടുമൂപ്പന് സന്തോഷമായി. ആരവിടെ? ഈ ചങ്ങാതിക്ക് സമ്മാനമായി കുറേ രത്നങ്ങൾ കൊടുക്കൂ. വഞ്ചിയിൽ ഇദ്ദേഹത്തെ നാട്ടിൽ കൊണ്ടുവിടുകയും വേണം, കാട്ടുമൂപ്പൻ കൽപ്പിച്ചു. അങ്ങനെ മരച്ചട്ടിക്കു പകരം കൈനിറയെ രത്നങ്ങളുമായി ഇക്രു സ്വന്തം നാട്ടിലെത്തി. രത്നക്കല്ലുകൾ വിറ്റ് ഇക്രു പുതിയ വീട് പണിതു. ഭാര്യയ്ക്കും മക്കൾക്കും നല്ല വസ്ത്രം വാങ്ങി. അവർ വീണ്ടും പണക്കാരനായി. ഇക്രുവും കുടുംബവും പണക്കാരായി. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഇതോടെ പക്രുവിൻ്റെ അസൂയ വർദ്ധിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് കിടന്ന ഇക്രു എങ്ങനെ പണക്കാരനായി? ഇക്രുവിൻ്റെ അടുത്ത് സ്നേഹം നടിച്ച് പക്രു എത്തി. ഇക്രുവാകട്ടെ താൻ കടലിൽ പെട്ടതും ദ്വീപിൽ ചെന്നതും കാട്ടുമൂപ്പൻ സഹായിച്ചതുമൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. സംഗതി കൊള്ളാമല്ലോ. പക്രുവിന് കൊതിമൂത്തു. പിറ്റേന്ന് തന്നെ അയാൾ ഒരു വള്ളത്തിൽ കയറി ആ ദ്വീപിലേക്ക് പുറപ്പെട്ടു. കാട്ടുമൂപ്പന് കൊടുക്കാൻ വള്ളം നിറയെ പലതരം പഴങ്ങളും മധുര പദാർത്ഥങ്ങളുമൊക്കെ നിറച്ചായിരുന്നു പക്രുവിൻ്റെ യാത്ര. അങ്ങനെ പക്രുവും ആ ദ്വീപിലെത്തി. കാട്ടുമൂപ്പന് കൊണ്ടുവന്ന വിഭവങ്ങളൊക്കെ അയാളുടെ മുന്നിൽ കാഴ്ചവെച്ചു. അതൊക്കെ ഓരോന്നായി കാട്ടുമൂപ്പനും കൂട്ടരും കഴിച്ചു ആസ്വദിച്ചു തിന്നു. ഇതൊക്കെ കൊള്ളാമല്ലോ, കാട്ടുമൂപ്പൻ അഭിപ്രായപ്പെട്ടു. ഒന്നാം തരം സാധനങ്ങൾ തന്നെ. അത് കേട്ടപ്പോൾ പക്രുവിൻ്റെ മുഖം വിടർന്നു. അപ്പോൾ കാട്ടുമൂപ്പൻ പറഞ്ഞു, ഈ ചങ്ങാതിക്ക് നല്ലൊരു അത്ഭുത വസ്തു തന്നെ സമ്മാനം കൊടുത്തേക്കാം. കാട്ടുമൂപ്പൻ അകത്ത് ചെന്ന് ഒരു മരച്ചട്ടി എടുത്തുകൊണ്ടുവന്നു. നമ്മുടെ ഇക്രു കാട്ടുമൂപ്പന് സമ്മാനിച്ച അതേ മരച്ചട്ടി. അത് പക്രുവിന് കൊടുത്തിട്ട് കാട്ടുമൂപ്പൻ പറഞ്ഞു, ഇതാ വിശിഷ്ടമായ ഒരു അത്ഭുത വസ്തു ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് തലയിൽ വെച്ച് നടന്നാൽ പിന്നെ വെയിലിനെ പേടിക്കേണ്ട.
പക്രുവിൻ്റെ കാര്യം പറയാനുണ്ടോ? മരച്ചട്ടിയും തലയിൽ വെച്ച് ഇളിഭ്യനായി പക്രു വള്ളത്തിൽ കയറി മരത്തലയനായി നാട്ടിൽ വന്നിറങ്ങുകയും ചെയ്തു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. ഹാമലിൻ പട്ടണത്തിലെ കുഴലൂത്തുകാരൻ എന്നാണ് ഈ കഥയുടെ പേര്. ജർമ്മനിയിൽ നടന്ന ഒരു കഥയാണിത്. ഇത് കഥയല്ല, സത്യം തന്നെയാണെന്നും അവിടുത്തെ ആളുകൾ പറയുന്നു. അതോർക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളു കിടുങ്ങും. ഹാമലിൻ നഗരത്തിൽ വന്ന കുഴലൂത്തുകാരൻ്റെ കഥ. പണ്ട് ജർമ്മനിയിലെ ഒരു പുഴക്കരയിൽ ഹാമലിൻ എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. നല്ലവരായിരുന്നു അവിടുത്തെ എല്ലാ ജനങ്ങളും. പകൽ മുഴുവൻ അധ്വാനിച്ചും പരസ്പരം സഹായിച്ചും അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. കാലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം പണക്കാരായി. വമ്പൻ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളൊക്കെ നിരന്ന് ഹാമലിൻ ഒരു പട്ടണമായി. അതോടെ കാര്യങ്ങൾ മാറി. ആളുകൾ സത്യസന്ധതയില്ലാത്തവരായി. തട്ടിച്ചും വെട്ടിച്ചും കള്ളം പറഞ്ഞും അവർ പരസ്പരം ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് ഹാമലിൻ പട്ടണത്തിൽ ആ അത്ഭുതം നടന്നത്. അവിടുത്തെ തെരുവിലും വീടുകളിലുമെല്ലാം എലികൾ കണക്കില്ലാതെ പെറ്റുപെരുകാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും എലികളുടെ എണ്ണം കൂടി വന്നു. കണ്ണിൽ കണ്ടതെല്ലാം അവ തിന്നു തീർത്തു. എന്തിന്? വിശന്നിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ എലികൾ കൂട്ടത്തോടെ പൂച്ചകളെ പോലും പിടിച്ചു തിന്നാൻ തുടങ്ങി. ഇനി എന്തു ചെയ്യും? പട്ടണവാസികളിൽ പ്രമുഖരായവരെല്ലാം യോഗം കൂടി ആലോചനയായി. ഇത്രയധികം എലികളെ എങ്ങനെ കൊല്ലും? എലികളെ ചവിട്ടിയിട്ട് നടക്കാനും വയ്യ, കിടക്കാനും വയ്യ. പട്ടണത്തിലെ ഒരു വലിയ വീട്ടിൽ വച്ചായിരുന്നു യോഗം. എലികളെ കൊല്ലാൻ ഓരോരുത്തരും ഓരോ സൂത്രങ്ങൾ പറഞ്ഞു. പക്ഷേ അതൊന്നും ആർക്കും സ്വീകാര്യമായിരുന്നില്ല. അതിനിടയിലും അവരുടെ മേശയിലൂടെയും ദേഹത്തുകൂടെയും എലികൾ ഓടി. പെട്ടെന്ന് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. അടുത്ത നിമിഷം വാതിൽ തള്ളി തുറന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. പല നിറങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന കുപ്പായം ധരിച്ച് കയ്യിൽ ഒരു നീളൻ കുഴൽ വാദ്യവും പിടിച്ച് നീണ്ടു നിവർന്നു നിൽക്കുന്ന ഒരാൾ. അയാളുടെ തൊപ്പിയിൽ ഒരു വമ്പൻ തൂവൽ കുത്തിയിരുന്നു. ഒന്നൊഴിയാതെ എലികളെ മുഴുവൻ ഞാൻ കൊന്നൊടുക്കിത്തരാം. പകരം എനിക്കെന്തു തരും? അദ്ദേഹം ചോദിച്ചു. ആരാണ് നിങ്ങൾ? അവിടെ കൂടിയിരുന്നവർ ചോദിച്ചു. ഞാൻ ആരുമായി കൊള്ളട്ടെ? എലികളെ തുരത്തുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ പകരം എന്തു തരും? അയാൾ വീണ്ടും ചോദിച്ചു. ആളുകൾ മുഖത്തോട് മുഖം നോക്കി. ഒടുവിൽ ഒരാൾ പറഞ്ഞു, 50,000 പൊൻനാണയങ്ങൾ തരാം. യോഗത്തിൻ്റെ നേതാവ് പറഞ്ഞു. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ ഹാമലിൻ പട്ടണത്തിൽ ഒരൊറ്റ എലി പോലും ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ നിരത്തിലേക്കിറങ്ങി നടന്നു. വൈകുന്നേരമാകുന്നതേയുള്ളൂ. തൻ്റെ കയ്യിലുള്ള വിചിത്രമായ കുഴൽ ഈണത്തിൽ ഊതിക്കൊണ്ട് ആ കുഴലൂത്തുകാരൻ തെരുവുകളിലൂടെ നടന്നു. അത്ഭുതം! ആയിരക്കണക്കിന് 10,000കണക്കിന് എലികൾ ആ പാട്ട് കേട്ട് അയാളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. വീടുകൾക്കിടയിലൂടെയും പൊതുനിരത്തിലൂടെയുമൊക്കെ അയാൾ നടന്നു. പിന്നാലെ എലികളുടെ വമ്പൻ പടയും. നടന്ന് അയാൾ നേരെ ഹാമലിൻ പട്ടണത്തിൻ്റെ തെക്കുവശത്തുകൂടി ഒഴുകുന്ന പുഴയിലേക്കിറങ്ങി. അയാളുടെ മാന്ത്രിക സംഗീതത്തിന് അടിമപ്പെട്ടുപോയ എലികളും പിന്നാലെ വെള്ളത്തിലേക്ക് ചാടി. അടുത്ത നിമിഷം അവയെല്ലാം കൂട്ടത്തോടെ പുഴയിലൂടെ ഒലിച്ചുപോയി. ഹാമലിൻ നഗരത്തിലെ ജനങ്ങൾ അതുകണ്ട് സന്തോഷത്തോടെ ആർപ്പു വിളിച്ചു. എലികളൊക്കെ ചത്തൊടുങ്ങി. ഇനി നിങ്ങൾ പറഞ്ഞ 50,000 സ്വർണ്ണ നാണയങ്ങൾ തരൂ, കുഴലൂത്തുകാരൻ പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആളുകളുടെ മട്ടുമാറി. അവർ പറഞ്ഞു, ഒന്ന് കുഴൽ വിളിച്ചതിന് 50,000 സ്വർണ്ണ നാണയങ്ങളോ? വേണമെങ്കിൽ 50 വെള്ളി നാണയം തരാം. ആളുകൾ പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ട് കുഴലൂത്തുകാരൻ നടുങ്ങിപ്പോയി. താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. ചുറ്റും നിൽക്കുന്നവരെ തീ പാറുന്ന കണ്ണുകളോടെ ഒന്ന് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, എന്നോട് വിശ്വാസവഞ്ചന കാട്ടിയതിന് നിങ്ങൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞിട്ട് അയാൾ എങ്ങോ മറഞ്ഞു. അത് കേട്ടപ്പോൾ ആളുകൾ പരസ്പരം ഇങ്ങനെ പറഞ്ഞു, എലികളൊക്കെ ചത്തില്ലേ, ഇനി നമുക്കെന്താ പേടിക്കാൻ? എലികളൊക്കെ ചത്തൊടുങ്ങിയ ആശ്വാസത്തിൽ ആളുകൾ ആ രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങി. അവർ ശരിക്കും ഉറങ്ങിയിട്ട് വാസ്തവത്തിൽ കുറേ നാളുകളായിരുന്നു. അപ്പോൾ തെരുവിൽ വീണ്ടും ആ കുഴൽവിളി ഉയർന്നു. വിചിത്രമായ ആ കുഴൽവിളി. പക്ഷേ
ഹാമലിൻ പട്ടണത്തിലെ കുട്ടികൾ മാത്രമേ ആ കുഴൽവിളി കേട്ടുള്ളൂ. അവർ കിടക്കയിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റു. ഏതോ മായാവിദ്യയ്ക്ക് അടിമപ്പെട്ടതുപോലെ അച്ഛനമ്മമാരെ ഉണർത്താതെ അവർ പുറത്തേക്ക് നടന്നു. എന്നിട്ട് ആ കുഴലൂത്തുകാരൻ്റെ പിന്നാലെ നടന്നു തുടങ്ങി. രാത്രി തെരുവിലെ പ്രധാന പാതയിലൂടെ ഒരു വമ്പൻ രാധയായി കുഴലൂത്തുകാരൻ്റെ പിറകെ കുട്ടികൾ നടന്നു. ആ പട്ടണത്തിലെ എല്ലാ കുട്ടികളും അതിലുണ്ടായിരുന്നു. പുഴയും കടന്ന് കാടും കടന്ന് കുഴലൂത്തുകാരൻ ഒരു വമ്പൻ പർവ്വതത്തിലേക്ക് കയറി തുടങ്ങി. പിന്നാലെ കുട്ടികളും. പെട്ടെന്ന് ഒരു വമ്പൻ പാറ പിളർന്നു നീങ്ങി. ഗുഹ പോലുള്ള അതിൻ്റെ വിടവിലൂടെ കുഴലൂത്തുകാരൻ അകത്തേക്കു കടന്നു. ഒരക്ഷരം പോലും മിണ്ടാതെ പിന്നാലെ കുട്ടികളും അതിനുള്ളിലേക്ക് കയറി. അടുത്ത നിമിഷം ഒരു വലിയ ശബ്ദത്തോടെ ഗുഹയുടെ വാതിൽ അടഞ്ഞു. കുട്ടികളുടെ കൂട്ടത്തിൽ മുടന്തനായ ഒരുവനാണ് ഏറ്റവും പിന്നാലെ നടന്നിരുന്നത്. അവൻ മാത്രം ഗുഹയ്ക്കുള്ളിൽ പെടാതെ രക്ഷപ്പെട്ടു. ആ സമയം തങ്ങളുടെ മക്കളെ തേടി പട്ടണത്തിൽ ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുകയായിരുന്നു. അപ്പോഴേക്കും മുടന്തൻകുട്ടി മുടന്തി പട്ടണത്തിലേക്ക് തിരികെ ചെന്നു. ഉണ്ടായതെല്ലാം അവൻ ആളുകളെ പറഞ്ഞു കേൾപ്പിച്ചു. കുഴലൂത്തുകാരനെ വഞ്ചിച്ചതിനുള്ള ഫലമാണിതെന്ന് അവർക്കെല്ലാം ബോധ്യമായി. പക്ഷേ ഇനി പറഞ്ഞിട്ടെന്തു ഫലം? അവർക്കാർക്കും തങ്ങളുടെ മക്കളെ തിരികെ കിട്ടിയില്ല. വൈകാതെ ഹാമലിൻ പട്ടണത്തിലെ ജനങ്ങൾ ചതിയും വഞ്ചനയുമെല്ലാം അവസാനിപ്പിച്ച് നല്ലവരായി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഇന്നും ആ കഥ കേൾക്കുമ്പോൾ ഹാമലിൻ പട്ടണത്തിലെ ആളുകൾ നടുങ്ങും. വഞ്ചനയ്ക്ക് തക്ക ശിക്ഷ നൽകി അവരെ പാഠം പഠിപ്പിച്ച കുഴലൂത്തുകാരൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ 1-2 ആവർത്തി ഈ കഥ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും. ഇതിൽ നിന്ന് ചെറിയ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുന്നത്. ചിലപ്പോൾ മാത്രം 1 സെൻറ്റൻസിലോ 2 സെൻറ്റൻസിലോ ഉത്തരമെഴുതുന്ന ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഓക്കെ. പറക്കും പെട്ടി എന്നാണ് കഥയുടെ പേര്. വളരെ പണ്ട് 7 മലകൾക്കും 7 സമുദ്രങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു നാട്. അവിടെ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു. പലതരം വ്യാപാരങ്ങൾ ചെയ്ത് ധാരാളം പണമുണ്ടാക്കിയ വ്യാപാരിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. പേര് എറിക്. ബുദ്ധിമാനും സുന്ദരനുമാണെങ്കിലും കുഴിമടിയനായിരുന്നു എറിക്. വ്യാപാരിയെപ്പോലെ അധ്വാനിക്കുന്നതിലൊന്നും അവന് താല്പര്യമില്ലായിരുന്നു. പണിയൊന്നും എടുക്കാതെ കുശാലായി തിന്നും കുടിച്ചും അവൻ കാലം കഴിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വ്യാപാരിക്ക് അസുഖം പിടിപെട്ട് കിടപ്പിലായി. എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും തൻ്റെ രോഗം മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ വ്യാപാരി മകനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്തും വ്യാപാര കാര്യങ്ങളുമൊക്കെ അടങ്ങുന്ന രേഖകൾ അവനെ ഏൽപ്പിച്ചു. അക്കൂട്ടത്തിൽ ഒരു വിശേഷപ്പെട്ട സമ്മാനവും കൊടുത്തു. ഒരു മാന്ത്രിക പെട്ടി. അടപ്പ് തുറന്ന് അതിൽ കയറിയിരുന്നാൽ മതി, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പറന്നു പോകും. വൈകാതെ വ്യാപാരി മരിച്ചു. അളവില്ലാത്ത സ്വത്തല്ലേ കയ്യിൽ വന്നിരിക്കുന്നത്. എറിക് അത് തോന്നിയ പോലെ ചെലവാക്കി. എന്തിനു പറയുന്നു, അച്ഛൻ സമ്പാദിച്ചതെല്ലാം കുറച്ചു കാലങ്ങൾ കൊണ്ട് അവൻ വിറ്റു തീർത്തു. എറിക്കിൻ്റെ കയ്യിൽ ഇനി അച്ഛൻ സമ്മാനിച്ച മാന്ത്രിക പെട്ടി മാത്രമേ ഉള്ളൂ. പെട്ടിയിൽ കയറി ഒരു യാത്ര പോയാലോ അവൻ ചിന്തിച്ചു. മാന്ത്രിക പെട്ടി എന്നെ കടലിനക്കരെയുള്ള രാജ്യത്തേക്ക് കൊണ്ടുപോകും. മനസ്സിൽ അത് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് പെട്ടിയുടെ അടപ്പുകൾ ചിറകുകളായി രൂപം മാറി. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗത്തിൽ അത് ആകാശത്തേക്ക് ഉയർന്നു. പിന്നെ അവനെയും കൊണ്ട് അത് കടലിന് മുകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. എന്ത് രസം! എറിക് സന്തോഷം കൊണ്ട് മതിമറന്നു. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. എന്നാൽ എറിക്കിനെ ഏറ്റവും തൃപ്തിപ്പെടുത്തിയ കാഴ്ച, സുന്ദരമായ കാഴ്ച, അവിടെയുള്ള കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ സുന്ദരിയായ ഒരു രാജകുമാരി നിൽക്കുന്നു. മാന്ത്രികപ്പെട്ടി ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ചെന്നിറങ്ങൂ, എറിക് മനസ്സിൽ പറഞ്ഞു. അടുത്ത നിമിഷം രാജകുമാരിയുടെ സമീപത്തായി മാന്ത്രികപ്പെട്ടി വന്നിറങ്ങി. ആ രാജ്യത്തെ സുൽത്താൻ്റെ ഏക മകളായ അല്ലാനയായിരുന്നു അവൾ. ആകാശത്തിലൂടെ തൻ്റെ അടുത്തേക്ക് പറന്നിറങ്ങിയ യുവാവിനെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി. ഹേ യുവാവേ, നീ ആരാണ്? അല്ലാന അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു. ഞാൻ എറിക്, ദൈവത്തിൻ്റെ മകനാണ്. നിന്നെ വിവാഹം ചെയ്ത് ദേവലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. അങ്ങനെ ഒരു കള്ളം എറിക് രാജകുമാരിയോട് പറഞ്ഞു. എറിക്കിൻ്റെ ചിന്ത ഇതായിരുന്നു, രാജകുമാരിയെ പറ്റിച്ച് ധാരാളം പണമുണ്ടാക്കണം.
എറിക്കിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അല്ലാനയ്ക്ക് സന്തോഷമായി. അവൾ ഉടനെ എറിക്കിനെയും കൂട്ടി തൻ്റെ പിതാവിൻ്റെ അടുത്തെത്തി. കാര്യം കേട്ടപ്പോൾ സുൽത്താനും സന്തോഷമായി. ദൈവത്തിൻ്റെ മകനല്ലേ തൻ്റെ മകളെ വിവാഹം കഴിക്കാനായി വന്നിരിക്കുന്നത്, അതും പറക്കുന്ന മാന്ത്രികപ്പെട്ടിയിൽ. വൈകാതെ ആഘോഷപൂർവ്വം തന്നെ സുൽത്താൻ ആ വിവാഹം നടത്തിക്കൊടുത്തു. രാജകുമാരിയെയും കൊണ്ട് എറിക് ദേവലോകത്തേക്ക് പോകുന്നത് കാണാൻ സുൽത്താൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ വന്നു. ഈ സമയത്ത് തൻ്റെ മാന്ത്രികപ്പെട്ടിയിൽ നിറയെ സ്വർണവും രത്നങ്ങളും മുത്തുകളുമൊക്കെ നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു എറിക്. ദേവലോകത്ത് അല്ലാനയ്ക്ക് സുഖമായി കഴിയാനുള്ളതല്ലേ, അതുകൊണ്ട് കൊട്ടാരത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വസ്തുക്കളെല്ലാം മാന്ത്രികപ്പെട്ടിയിൽ സുൽത്താൻ തന്നെ നിറച്ചു കൊടുത്തു. പക്ഷേ അപ്പോഴാണ് എറിക് അത് ചെയ്തത്. മാന്ത്രികപ്പെട്ടിയിലേക്ക് രാജകുമാരി കയറും മുമ്പേ എറിക് പെട്ടിയുമായി ഉയർന്നു പൊങ്ങി. എന്നിട്ട് അതിവേഗം അവിടെ നിന്ന് കുതിച്ചു മറയുകയും ചെയ്തു. ആ കൊടും ചതി കണ്ടു നിൽക്കാനേ സുൽത്താനും രാജകുമാരിക്കും കഴിഞ്ഞുള്ളൂ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് എറിക് കടലിന് മുകളിലൂടെ തിരിച്ചു തൻ്റെ നാട്ടിലേക്ക് പറക്കുകയായിരുന്നു. പെട്ടിയിൽ നിറഞ്ഞിരിക്കുന്ന രത്നങ്ങളും സ്വർണവും കൊണ്ട് അവൻ ആഹ്ലാദത്തോടെ ആർപ്പ് വിളിച്ചു പറന്നുയർന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. മാന്ത്രികപ്പെട്ടി ഒന്ന് ആടി ഉലഞ്ഞു. അടുത്ത നിമിഷം ഭാരം താങ്ങാനാവാതെ അത് കടലിലേക്ക് വീണു. മാന്ത്രികപ്പെട്ടിയും അതിലുള്ള സ്വർണവും രത്നവുമെല്ലാം അതോടെ കടലിൽ മുങ്ങിപ്പോയി. പാവം എറിക്കാകട്ടെ കടലിൽ കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി. ഒടുവിൽ ഒരു വിധത്തിൽ തുഴഞ്ഞും കുഴഞ്ഞും അവൻ കരയിലേക്ക് നീന്തിക്കയറി. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള എറിക്കിൻ്റെ കൊതിയൊക്കെ അതോടെ തീർന്നു. പിന്നീട് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങി. പറക്കം പെട്ടി എന്ന കഥ ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. അടുത്ത കഥ മുക്കുവനും സ്വർണ്ണ മത്സ്യവും. ഒരിടത്ത് ഒരു മുക്കുവനും ഭാര്യയും ഉണ്ടായിരുന്നു. കടൽ തീരത്തുള്ള ഒരു കൊച്ചു കുടിലിലായിരുന്നു അവരുടെ താമസം. മുക്കുവൻ ദിവസവും ചൂണ്ടലും കൊണ്ട് തൻ്റെ കൊച്ചു വഞ്ചിയിൽ കടലിൽ പോകും. അങ്ങനെ വൈകുന്നേരം വരെ ചൂണ്ടയിട്ട് കിട്ടുന്ന മത്സ്യങ്ങളെ വിറ്റ് കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന തരക്കാരനായിരുന്നു മുക്കുവൻ. എന്നാൽ ഭാര്യ എന്ത് കിട്ടാലും തികയാത്ത ഒരു അത്യാഗ്രഹിയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ മുക്കുവൻ തൻ്റെ കൊച്ചു വഞ്ചിയിൽ മീൻ പിടിക്കാൻ പോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. വളരെ വിഷമത്തോടെ മീനൊന്നുമില്ലാതെ തിരികെ വീട്ടിൽ ചെന്നാൽ ഭാര്യയുടെ വഴക്കു കേൾക്കേണ്ടി വരുമെന്ന് ഉറച്ച് മുക്കുവൻ വീണ്ടും സങ്കടത്തോടെ ഇര കോർത്ത് ചൂണ്ട വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം ചൂണ്ടയിൽ ഒരു മത്സ്യം കൊത്തി. മുക്കുവൻ ഒറ്റ വലിക്ക് ചൂണ്ട പൊക്കിയെടുത്തു. നോക്കുമ്പോഴതാ ചൂണ്ടക്കൊളുത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കുഞ്ഞു മത്സ്യം. ചെറുതാണെങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ ഭേദമാണല്ലോ അത്. ഇങ്ങനെ കരുതി തൻ്റെ കൂടയിലിടാനായി മുക്കുവൻ ആ സ്വർണ്ണ മത്സ്യത്തെ ചൂണ്ടയിൽ നിന്ന് ഊരി എടുത്തു. അത്ഭുതം! അപ്പോൾ ആ കുഞ്ഞു മത്സ്യം മുക്കുവനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ നല്ലവനായ മുക്കുവ, സമുദ്രരാജാവിൻ്റെ മകനായ സ്വർണ്ണ മത്സ്യമാണ് ഞാൻ. എന്നെ ഉപദ്രവിക്കാതെ വിട്ടാൽ നിൻ്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരാം. ദയാലുവായ മുക്കുവൻ സ്വർണ്ണ മത്സ്യത്തെ കടലിലേക്ക് തന്നെ തിരികെ വിട്ടു. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു. ഒഴിഞ്ഞ കൂടയുമായി അയാൾ കരയിലേക്ക് തുഴഞ്ഞു. വെറും കൈയോടെ കടലിൽ നിന്ന് വന്ന മുക്കുവനെ കണ്ടപ്പോൾ അയാളുടെ ഭാര്യ അരിശപ്പെട്ടു. മുക്കുവൻ അവിടെ ഉണ്ടായതെല്ലാം ഭാര്യയോട് പറഞ്ഞു. കഥ കേട്ടപ്പോൾ മുക്കുവത്തിയുടെ ഭാവം മാറി. അവൾ പറഞ്ഞു: എന്തു സഹായവും തരാമെന്ന് മത്സ്യം പറഞ്ഞിട്ട് നിങ്ങളൊന്നും ചോദിക്കാതെ കയറി വന്നു. ഇതെന്താണിങ്ങനെ? അതൊരു അത്ഭുത മത്സ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു കുളിത്തൊട്ടിയെങ്കിലും ചോദിക്കാമായിരുന്നില്ലേ? ഇവിടെ കുളിക്കാൻ തൊട്ടിയില്ലാത്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഉടൻ തന്നെ പോയി അതു തരാൻ പറയൂ, കുളിത്തൊട്ടി. അത് കേട്ടപ്പോൾ മടിച്ചാണെങ്കിലും മുക്കുവൻ കടപ്പുറത്തേക്ക് തിരിച്ചുപോയി. കടൽ തീരത്ത് ചെന്ന് ഇപ്രകാരം വിളിച്ചു: സമുദ്രരാജാവിൻ്റെ മകനായ സ്വർണ്ണ മത്സ്യമേ, നിന്നെ വെറുതെ വിട്ടതിനു പകരമായി എനിക്കൊരു കുളിത്തൊട്ടി തരാമോ? അപ്പോൾ തിരമാലകൾക്ക് മീതെ ഉയർന്നു വന്നിട്ട് സ്വർണ്ണ മത്സ്യം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ നല്ലവനായ മുക്കുവ, തിരികെ വീട്ടിൽ ചെല്ലൂ. നിനക്കവിടെ പുതിയൊരു കുളിത്തൊട്ടി കാണാം. അടുത്ത നിമിഷം സ്വർണ്ണ മത്സ്യം സമുദ്രത്തിൽ മുങ്ങി മറഞ്ഞു. മുക്കുവൻ തിരികെ വീട്ടിൽ ചെന്നു. പുത്തനൊരു കുളിത്തൊട്ടി. മുക്കുവന് വലിയ സന്തോഷമായി. പക്ഷേ മുക്കുവൻ്റെ ഭാര്യയ്ക്കോ കരി തുള്ളിക്കൊണ്ട് അവൾ മുക്കുവനെ വീണ്ടും വഴക്കു പറഞ്ഞു.
അത്ഭുത ശക്തിയുള്ള സ്വർണ്ണ മത്സ്യത്തോട് നമുക്കൊരു മണിമാളിക തരാൻ പറഞ്ഞുകൂടെ? ഇത് കേട്ടപ്പോൾ മുക്കുവന് ദേഷ്യം വന്നു. എങ്കിലും ഒന്നും മിണ്ടാതെ അയാൾ വീണ്ടും കടൽ തീരത്തേക്ക് ചെന്നു. എന്നിട്ട് സ്വർണ്ണ മത്സ്യത്തെ വിളിച്ചു. സമുദ്ര രാജാവിൻ്റെ മകനായ സ്വർണ്ണ മത്സ്യമേ, നിന്നെ വെറുതെ വിട്ടതിന് പകരമായി എനിക്കൊരു മാളിക വീട് തരാമോ? അപ്പോൾ തിരമാലകൾക്ക് മീതെ സ്വർണ്ണ മത്സ്യം ഉയർന്നു വന്നു. അത്രയൊന്നും ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഇത്തവണ സ്വർണ്ണ മത്സ്യം സംസാരിച്ചത്. അല്ലയോ മുക്കുവ, തിരികെ വീട്ടിലേക്ക് ചെല്ലൂ. അവിടെ പഴയ കുടിലിനു പകരം നിനക്കൊരു മണിമാളിക കാണാം. ഇത്രയും പറഞ്ഞിട്ട് സ്വർണ്ണ മത്സ്യം കടലിൽ മുങ്ങിമറഞ്ഞു. മുക്കുവൻ തിരികെ വീട്ടിലേക്ക് നടന്നു. തൻ്റെ കുടിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പടുകൂറ്റൻ മാളികയാണ് അയാൾ കണ്ടത്. അപ്പോൾ അതിനകത്തുനിന്ന് പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ ധരിച്ച ഒരു സ്ത്രീ ഇറങ്ങി വന്നു. മുക്കുവൻ്റെ ഭാര്യ തന്നെയായിരുന്നു അത്. അത്യാഗ്രഹിയായ അവൾ മുക്കുവനെ വീണ്ടും വഴക്കു പറഞ്ഞു. ഇത്രയുമായ സ്ഥിതിക്ക് ഇനി നമ്മൾ എങ്ങനെയാണ് മീൻ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഉടനെ ആ സ്വർണ്ണ മത്സ്യത്തോട് പറയുക, എന്നെ ഈ നാട്ടിലെ രാജ്ഞിയാക്കാൻ. അത് കേട്ടപ്പോൾ മുക്കുവൻ നടുങ്ങിപ്പോയി. എതിർത്തു പറഞ്ഞാൽ ആ ദുഷ്ട തനിക്ക് ഭക്ഷണം പോലും തരില്ലെന്ന് മുക്കുവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ ഒന്നും മിണ്ടാതെ തിരികെ പോയി. കടൽക്കരയിൽ ചെന്ന് അയാൾ കരഞ്ഞുകൊണ്ട് സ്വർണ്ണ മത്സ്യത്തെ വിളിച്ചു. പക്ഷേ ഇത്തവണ എത്ര വട്ടം വിളിച്ചിട്ടും സ്വർണ്ണ മത്സ്യം പൊങ്ങി വന്നില്ല. അപ്പോഴേക്കും ആകാശം ഇരുണ്ടു. വൈകാതെ കോരിച്ചൊരിയുന്ന മഴ തുടങ്ങി. ഒപ്പം അത്യുഗ്രമായ ഇടിവെട്ടും മിന്നലും. സമുദ്ര രാജാവിൻ്റെ മകനായ സ്വർണ്ണ മത്സ്യത്തിൻ്റെ കോപമാണ് അതിനെല്ലാം കാരണമെന്ന് മുക്കുവന് മനസ്സിലായി. അയാൾ വേഗം വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്നപ്പോഴോ മണിമാളികയുടെ സ്ഥാനത്തിത വീണ്ടും തൻ്റെ പഴയ കുടിൽ. അതിനുള്ളിൽ നിന്നും മുഷിഞ്ഞ വസ്ത്രങ്ങളണിഞ്ഞ മുക്കുവത്തി കരഞ്ഞും പിരിഞ്ഞും അയാളുടെ അടുത്തേക്ക് വന്നു. എന്നോട് ക്ഷമിക്കണേ, അത്യാഗ്രഹമാണ് ഇതിനൊക്കെ കാരണമെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും അത്യാഗ്രഹം കാണിക്കില്ല. എന്നോട് പൊറുക്കണേ. അവൾ കരയാൻ തുടങ്ങി. മുക്കുവൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും ആകാശം തെളിഞ്ഞു. ഇടിയും മിന്നലുമൊക്കെ ഒഴിഞ്ഞു. പിറ്റേന്ന് മുതൽ മുക്കുവൻ വീണ്ടും തൻ്റെ ചൂണ്ടയുമായി കടലിൽ പോയി തുടങ്ങി. അയാളുടെ ഭാര്യയാകട്ടെ കിട്ടുന്നത് കൊണ്ട് സന്തോഷമായി ജീവിക്കാനും തുടങ്ങി. ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത കഥ അടുത്ത വീഡിയോയിൽ. ഓക്കെ ഡിയേഴ്സ്.